ഹലോ, എല്ലാവർക്കും ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മൾ ഇന്ന് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡാണ് നോക്കാൻ പോകുന്നത്. ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ഇത് നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെത്തേഡ്സിന് കണ്ടിന്യൂവേഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് ഈ മെത്തേഡ്സ് ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ പഠിക്കണോ, ഇതൊക്കെ വേണോ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ആരും പറയുന്ന കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു YCTയുടെ ബുക്കുണ്ട്. YCTയുടെ ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ YCTയുടെ മാത്സ് ഉണ്ട്, ഫിസിക്സ് ഫാക്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, GK ഉണ്ട്, റീസണിങ് ഉണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റ് എല്ലാം നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു ബുക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുവരെ റെയിൽവേക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ മാത്സിൻ്റെ നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണ്. അതിൻ്റെ അകത്ത് ഏതൊക്കെ റെയിൽവേയിൽ ഏതൊക്കെ എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം ടോപ്പിക് വൈസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പഠിച്ച എല്ലാ മെത്തേഡ്സും അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കിയാൽ മതി. ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് വിശ്വസിക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഐഡിയ മേക്ക് ചെയ്യുക. എപ്പോഴും ഞാനിപ്പോൾ പറയുന്നതാണ്. ഞാനിപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കുക. നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനൽസോ എന്തെങ്കിലുമൊക്കെ കണ്ട് ബേസിക് ആയിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഒരു ക്ലാസ് കാണാവൂ, അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവും. അല്ലാതെ ബ്ലൈൻഡായിട്ട് നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്താലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഇതാണോ എക്സാമിന് വേണ്ടത്, ഇവർ പഠിപ്പിക്കുന്ന കറക്റ്റാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരാളുടെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കും. ആ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്ന ആൾ ചിലപ്പോൾ ജെനുവിനായിട്ടുള്ള ആളാവണമെന്നില്ല. അപ്പോൾ അയാൾ ചിലപ്പോൾ പറയും ഇങ്ങനെയൊന്നും അല്ല പഠിക്കേണ്ടത്, ഇതൊന്നും അല്ല വേണ്ടതെന്നൊക്കെ നമ്മൾ അങ്ങ് പറയും. അപ്പോൾ ഞാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കമൻസ് പറയുന്ന ആൾക്കാരെ നമുക്കറിയാം. ഒരുപാട് കമൻസ് അല്ല, അവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാതെയാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതിൽ തന്നെ ഇത് എന്താണ് ഗ്രൂപ്പ് ഡിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാർ വരെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ എന്തിനാണ് പോകുന്നത്, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊരു അനാലിസിസ് വേണ്ടേ. നമ്മൾ ഇനിയുള്ള കാലം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആ ഒരു അനാലിസിസ് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നമ്പർ സിസ്റ്റത്തിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്താണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റിനെയാണ് നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ 7132 റൈസ് ടു 102. ഇപ്പോൾ ക്വസ്റ്റ്യൻ പറയുകയാണ് ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദ ഗിവൺ നമ്പർ. നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ 7132നെ 102 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുവാണ്. അതിനെ എന്ത് ചെയ്യണം, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. 7132നെ 102 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും ഒരിക്കലും പോസിബിൾ അല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്യുക. കാരണം നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് മാത്രം മതിയല്ലോ. 2 റൈസ് ടു 102. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2ൻ്റെ എല്ലാ പവേഴ്സും നോക്കിയേ. 2 റൈസ് ടു 1 2 ആണ്, 2 റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്, 2 റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ 8 ആണ്, 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 32 ആണ്, 2 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ എത്ര 64 ആണ്, 2 റൈസ് ടു 6 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 128. ലാസ്റ്റ് ഡേറ്റ് നോക്കിയേ 248. ഇനി അടുത്തത് എത്ര? അയ്യോ, ഇവിടെ തെറ്റിയല്ലോ. 2 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 16 ആണ്, 16 വരും, ഇവിടെ 32 വരും, ഇവിടെ 64 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 2486 ആണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഈ 2 എന്ന് ലാസ്റ്റ് ഡിജിറ്റ് ഇവിടെ 2 ആയിരുന്നു, അത് 1 2 3 4ാമത്തെ സൈക്കിളിൽ വീണ്ടും എന്ത് വരുന്നു? ലാസ്റ്റ് ഡിജിറ്റ് 2 വരുന്നു. ഓക്കെ, ഇനി ഇവിടെ 4 ആയിരുന്നു, അതിൻ്റെ 4ാമത്തെ സൈക്കിളിൽ 1 2 3 4 4ാമത്തെ സൈക്കിളിൽ വീണ്ടും എന്ത് വരുന്നു? 4 വരുന്നു. അതിനർത്ഥം ഓരോ 4 സൈക്കിൾ കഴിയുമ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എത്ര 4ൻ്റെ സൈക്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ,
പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. പക്ഷെ 102 എന്ന് പറയുന്ന നമ്പർ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല, നമുക്ക് റിമൈൻഡർ ആയിട്ട് ഒരു 2 കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റിമൈൻഡർ മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം എഴുതുക എലോങ് വിത്ത് ദ പവർ, എന്നിട്ട് പവറിനെ ഡിവൈഡ് ബൈ 4 ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് പവറിനെ ഡിവൈഡ് ബൈ 4 ചെയ്തതിന് ശേഷമുള്ള റിമൈൻഡർ അവിടെ എടുത്ത് എഴുതുക. റിമൈൻഡർ എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് എന്ന് വെച്ചാൽ 4ന്റെ സൈക്കിൾ കുറേ കഴിഞ്ഞു പോയതിന് ശേഷം ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ വന്ന് നിൽക്കുവാണെന്നാണ് അർത്ഥം. കുറേ 4ന്റെ സൈക്കിൾ, കുറേ 2ന്റെ സൈക്കിൾ, ഇങ്ങനെ 4ന്റെ സൈക്കിൾ ഇങ്ങനെ കടന്ന് പോയി എന്ന് പറഞ്ഞാൽ കുറേ പോയതിന് ശേഷം ബാലൻസ് 1, 2 രണ്ടാമത്തെ സൈക്കിളിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ 2⁻² എന്ന് പറഞ്ഞ ആൻസർ എന്താ? 4 ആണ്. ഇത്രയും മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ അഥവാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് എല്ലാം ദ പവർ എഴുതുക, പവറിനെ ഡിവൈഡ് ബൈ 4 ചെയ്യുക. പവറിനെ ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്യുക. ലാസ്റ്റ് ഡിജിറ്റ് 2 അല്ലേ, അപ്പോൾ 2² എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 4 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വേറെ നമ്പർ എടുക്കുകയാണ്. 7133⁻104. 104 വേണ്ട, 106 എടുക്കുകയെന്ന് വെച്ചോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 3⁻106. 106നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 106നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 2ന്റെ കേസ് മാത്രമല്ല, ഏത് നമ്പർ വന്നാലും ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു പ്രോസസ്സ് ചെയ്താൽ മതി. 106നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 106നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ 2 അല്ലേ റിമൈൻഡർ ആയിട്ട് വരിക. 10 നമ്മൾ 8 കൊടുത്തു, ബാലൻസ് 2, 2 6 കൂടെ 26, 26 ആകുമ്പോൾ 24 കൊടുക്കും, ബാലൻസ് 2, റിമൈൻഡർ 2 വരും. 3² എന്ന് പറഞ്ഞ ആൻസർ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പോൾ 3യുടെ പവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് 9 ആണ് ആൻസർ വരിക. 3യുടെ കാര്യം കൂടെ ജസ്റ്റ് നോക്കാം. 3 പവർ 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3² എന്ന് പറഞ്ഞാൽ എത്ര? 9 ആണ്. 3³ എന്ന് പറഞ്ഞാൽ എത്ര? 27 ആണ്. 3⁻4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3⁻4 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 81 കിട്ടും. ഇനി അടുത്ത 3⁻5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 243 വരും. ഓക്കെ, ഇങ്ങനെയാണ് പോകുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയേ, 39713. അപ്പോൾ 1 2 3 4 നാലാമത്തെ സൈക്കിൾ ആകുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? ഇനി അവിടെ നമ്മൾ 3⁻6 എടുത്താൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരും? 9 വരും. വീണ്ടും 9 ഇവിടെ ആയിരുന്നു. 1 2 3 4 5 1 2 3 4 നാലാമത്തെ സൈക്കിളിൽ വീണ്ടും 9 വരുന്നുണ്ടോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 4 സൈക്കിൾ കൂടുന്തോറും എന്ത് വരും? നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. ഇനി ചില നമ്പേഴ്സ് ഉണ്ട് നമ്മളിങ്ങനെ നോക്കേണ്ട കാര്യമില്ല, എപ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് സെയിം ആയിട്ട് നിൽക്കും. ഫോർ എക്സാമ്പിൾ 5⁻1 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5ന്റെ സ്ക്വയർ എത്ര? 25 ആണ്. 5³ എന്ന് പറഞ്ഞാൽ 125 ആണ്. 5ന്റെ ഏത് പവർ എടുത്താലും ലാസ്റ്റ് ഡിജിറ്റ് എന്തേ വരത്തുള്ളൂ? 5 വരത്തുള്ളൂ. ഈ മെത്തേഡ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അല്ലാതെ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് മാർക്ക് ചെയ്തിട്ട് പോകാം. ലാസ്റ്റ് ഡിജിറ്റ് എന്തേ വരത്തുള്ളൂ? 5. ഇതേപോലത്തെ ഒരു നമ്പറാണ് ലാസ്റ്റ് ഡിജിറ്റ് 1 വരുന്ന നമ്പർ. 1⁻1 1, 1ന്റെ സ്ക്വയർ 1, 1ന്റെ ക്യൂബ് 1, 1ന്റെ 4th പവർ 1, ഏത് വന്നാലും 1 വരത്തുള്ളൂ. അതേപോലെയാണ് 6. 6⁻1 6, 6 സ്ക്വയർ എത്ര? 36, 6 ക്യൂബ് എത്ര? 216. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും എന്തേ വരത്തുള്ളൂ? 6 ആണ് നമുക്ക് വരിക. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എന്നാ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഫസ്റ്റ് ഓരോ സ്റ്റെപ്പും ചെയ്യുക. അപ്പോൾ 1373⁻36 3⁻36 എന്ന് എഴുതുക. ഇനി അടുത്തത് 2⁻20 എന്ന് എഴുതുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് പവർ ഡിവൈഡ് ബൈ 4 ചെയ്യാം. 36 ഡിവൈഡ് ബൈ 4 നമുക്ക് റിമൈൻഡർ 0 കിട്ടും. പക്ഷെ നിങ്ങൾ 3⁻0 എന്ന് എഴുതി. ഇനി അടുത്ത 20 ഡിവൈഡ് ബൈ 4 നിങ്ങൾ 2⁻0 എന്ന് എഴുതി. അങ്ങനെ എഴുതുമ്പോൾ 3⁻0 എനി നമ്പർ ⁻0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തേ വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. അപ്പോൾ 1 മൈനസ് ഇവിടെ ഒരു 1 വരും, നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അങ്ങനത്തെ പോസിബിൾ അല്ല, ഇത് തെറ്റാണ്. അപ്പോൾ അഥവാ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ നമുക്ക് 0 കിട്ടുവാണെങ്കിൽ അതിനർത്ഥം അതെന്താണ്? സൈക്കിൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നാലാമത്തെ സൈക്കിളിലോട്ട് വന്ന് നിൽക്കുവാണ്, അടുത്ത സൈക്കിളിലോട്ട് കയറാൻ. അപ്പോൾ അത് എവിടെയാണ് നിൽക്കുന്നത്? നാലാമത്തെ സൈക്കിളാണ് നിൽക്കുന്നത്. അപ്പോൾ റിമൈൻഡർ നിങ്ങൾക്ക് 0 വരുവാണെങ്കിൽ പവറിനെ നമ്മൾ 4 ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. അപ്പോൾ 3⁻4 മൈനസ് 2⁻4 എന്ന് എടുക്കുക. 3⁻4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 വരും. 2⁻4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ക്യൂബ് 8 ആണ്. 8 × 2 എന്ന് പറഞ്ഞാൽ 16.
6. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും 1 - 6 1 - 6 എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് വിചാരിക്കും. നമ്മൾ സാധാരണ ലാസ്റ്റ് ഡിജിറ്റാണ് ഇതിൻ്റെ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് നമ്പർ ഉണ്ട്, 6ൻ്റെ ഇങ്ങോട്ട് നമ്പർ ഉണ്ട്. 1 - 6 ഇപ്പോൾ 21 - 6 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 2 1 ഇവിടെ ഒരു 11 ആക്കി, ഇവിടെ 6 ഇട്ട് 5 ഇട്ട് ഇങ്ങനെ ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെ 1, ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒന്ന് ക്യാരി എടുത്ത് 11 ആക്കി. 11 - 6 എന്ന് പറഞ്ഞാൽ എത്ര? 5. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി 5. ഒന്നുകൂടെ പറയാം, ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിൻ്റെ പവർ വെച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ നമ്പറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ എഴുതുന്നത് റിമൈൻഡർ ആണ്. പക്ഷേ റിമൈൻഡർ ഇപ്പോൾ 0 വന്നാൽ നമ്മൾ പവർ എന്തായിട്ട് എടുക്കുക? 4 ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, പവർ 4 ആയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 1 - 6 ഉടനെ -5 എന്ന് എഴുതി വെക്കരുത്. 1ൻ്റെ ഫ്രണ്ടിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്യാരി എടുക്കുമ്പോൾ 11 - 6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 എന്ന് വരും. ഓക്കെ, SSC RRB ബാങ്ക് ഓഫ്ലൈൻ കോഴ്സസ് കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം എന്നീ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ബാച്ച് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര ബ്രാഞ്ചിൽ February 3 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ഒഫീഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്തേക്കുക കേട്ടോ. അത് എല്ലാ ബ്രാഞ്ചസിൻ്റെയും ബ്രാഞ്ച് ഓപ്പണിങ് നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കിയിരുന്നാൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഓൺലൈൻ കോഴ്സസും ഉണ്ട്. ഓൺലൈൻ കോഴ്സസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ ഇപ്പോൾ ചില ആൾക്കാർക്കാണെങ്കിൽ വീട്ടിൽ ഇരുന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. വീട്ടിലല്ല, നമ്മൾ സെൻറ്ററിൽ വന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി? അപ്പോൾ നമ്മുടെ ഓൺലൈൻ കോഴ്സസ് യൂട്ടിലൈസ് ചെയ്താൽ മതി. വേണ്ടവർ ഈ ഒരു നമ്പർ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദ ഗിവൺ ഫാക്ടർ ഓഫ് 3, 4, 5, 1 the whole raised to 51 into 5, 3, 1 the whole raised to 43. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 1, ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് 1. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തേ വരത്തുള്ളൂ. 1ൻ്റെ ഏത് പവർ എടുത്താലും ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ഇനി അടുത്തതും 1ൻ്റെ ലാസ്റ്റ് പവർ 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ദ ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് 213 റൈസ് ടു 6. 213 റൈസ് ടു 6 ആൻസർ പെട്ടെന്ന് പറഞ്ഞാൽ 213 റൈസ് ടു 6. ഫസ്റ്റ് സ്റ്റെപ്പ് 3 റൈസ് ടു 6 എന്ന് എഴുതുക. 6നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 6നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് ഒരു 2 വരും. 3² എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? 9. ചെയ്യുന്ന മനസ്സിലായോ? വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പുകൾ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, ലാസ്റ്റ് ഡിജിറ്റിനെ പവറിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അവിടെ പവറായിട്ട് എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ചില കേസിൽ റിമൈൻഡർ 0 വരും. 0 വരുവാണെങ്കിൽ എന്ത് ചെയ്യുക? പവറിനെ 4 ആയിട്ട് തന്നെ എടുത്ത് ചെയ്യുക, തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് ദ ഫോളോയിങ്. ഈ തന്നേക്കുന്നതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. 4 റൈസ് ടു 102 പ്ലസ് 4 റൈസ് ടു 103. 102നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. 102നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 4 റൈസ് ടു 2 പ്ലസ് 4 റൈസ് ടു 3 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ 4² ആകുമ്പോൾ നമുക്ക് 16 വരും. 16 പ്ലസ് 4 ക്യൂബ് ആകുമ്പോൾ 64 വരും. ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 0. 10 ആണ് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരിക. അപ്പോൾ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 6 പ്ലസ് 4 എന്ത് കിട്ടും? 10 കിട്ടും. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് വരുന്നത് എന്താണ്? 0. ഓക്കെ, ഇത്രയും മനസ്സിലായോ? യൂണിറ്റ് ഡിജിറ്റ് മെത്തേഡ് മനസ്സിലായോ? ഞാൻ ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് എടുക്കാൻ കാരണം തന്നെ നമ്മളിത് വേറൊരു ചാപ്റ്ററിൽ ഇനി പഠിക്കത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് നമ്മൾ ചെയ്തല്ലോ, ഇത് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ. ഇതിൻ്റെ ആൻസർ എന്തൊരു ലാസ്റ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ 1 വരും. ഇനി അടുത്ത ഒരു ചെറിയൊരു കൺസെപ്റ്റും കൂടെ പറഞ്ഞുതരാം. ടെർമിനേറ്റിംഗ് നമ്പറും ഉണ്ട്, നോൺ ടെർമിനേറ്റിംഗ് നമ്പറും ഉണ്ട്. നോൺ ടെർമിനേറ്റിംഗ് എന്താണ്? ഈ ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിപ്പോകുന്നതിനെയാണ്. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിരിച്ചുവിടുക എന്നാണ്. നിർത്തിപ്പോകുന്നു.
നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിലോ നിർത്തി പോകുന്നില്ല, തുടർന്നുകൊണ്ടേ പോവുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 1/3 നമ്മൾ ഡിവൈഡ് ചെയ്താൽ 0.33333 എന്ന് പോകത്തില്ലേ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് ആണ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക 0.3 ബാർ എന്ന്. കാരണം 3 എന്ന് പറയുന്ന നമ്പർ റിപ്പീറ്റ് ചെയ്ത് പോവല്ലേ, അപ്പോൾ 0.3 ബാർ എന്നാണ് നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും. 1/3 എന്ന് പറയുന്നത് എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ 1/3 റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? a/b ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയും. പക്ഷെ b നോട്ട് ഈക്വൽ ടു 0, b എന്ന് പറയുന്ന ആൾ എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? അപ്പോഴേ ഇവിടെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഇതിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? ചിലപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത്രയും തരത്തില്ല, 0.3 ബാർ ഇത് റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്ന് ചോദിക്കും. റാഷണൽ ആണെങ്കിൽ a/b ഫോമിൽ എഴുതാൻ പറ്റണം, ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാറിൻ്റെ അടിയിൽ എത്ര ആൾക്കാരുണ്ട്, ബാറിൻ്റെ താഴെ എത്ര ആൾക്കാരുണ്ട്? ഒരാളേ ഉള്ളൂ, 3 ആണ്. അപ്പോൾ ആ 3നെ അതേപോലെ അങ്ങ് എടുത്തെഴുതുക. എന്നിട്ട് എത്ര പേരാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത്രയും നമ്പർ ഓഫ് 9s ഇവിടെ എഴുതുക. ഇവിടെ 3 മാത്രമല്ലേ റിപ്പീറ്റ് ചെയ്ത് പോകുന്നുള്ളൂ, അപ്പോൾ ഒരു 9 താഴെ കൊടുക്കുക. ആൻസർ എത്ര? 1/3. ഓക്കെ, ഇനി അടുത്തത് 0.23 ബാർ ആണെങ്കിലോ അതിനർത്ഥം 0.23 എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ബാറിന്റെ താഴെയുള്ള ആരാ? 23, അതേപോലെ എഴുതുക. ഇനി റിപ്പീറ്റ് എന്ന് വെച്ചാൽ 2ഉം 3ഉം അല്ലേ റിപ്പീറ്റ് ചെയ്ത് പോകുന്നേ, അപ്പോൾ 2ന് വേണ്ടി ഒരു 9 ഇടുക, 3ന് വേണ്ടി ഒരു 9 ഇടുക. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു എക്സാമ്പിൾ 0.435 ബാർ ആണെങ്കിലോ നമ്മൾ ചെയ്യേണ്ട 435 അതേപോലെ എഴുതുക. എന്നിട്ട് ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ട്? 1, 3ന് ഒരു 9 ഇടുക, 5ന് ഒരു 9 ഇടുക. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സ്, ഈ നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് കണ്ടുപിടിച്ചോ. ഇതെന്ന് പറഞ്ഞാൽ നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് അല്ലെങ്കിൽ റെക്കറിംഗ് നമ്പേഴ്സ് എന്ന് നമ്മൾ ഇതിനെ വിളിക്കാറുണ്ട്. റെക്കറിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു എൻഡ് ഇല്ല, ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തന്നേക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, 0.23 ബാർ ഒരു റാഷണൽ നമ്പർ ആണോ എന്ന് ചോദിക്കും. റാഷണൽ ആണോ എന്ന് അങ്ങനെ കണ്ടുപിടിക്കുന്നത് a/b ഫോമിൽ എഴുതുക. 23/99 ആണ് ആൻസർ. ഇതൊരു റാഷണൽ നമ്പർ ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കുറച്ച് വേരിയേഷനും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇത്രയും കണ്ടന്റ് നിങ്ങൾ പഠിച്ചിട്ട് വരിക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.